കണ്ണടിച്ച് പോയത് കൊണ്ട് ഇനിയിപ്പം ഭാവനയ്ക്ക് വരാൻ ഒക്കത്തില്ല അല്ലേ? നമുക്ക് അന്നുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു അനിയത്തിക്കുകയാണെന്നൊക്കെ പറയുന്നത്. പക്ഷെ അന്നേരം DNA ഒക്കെ ഒരു ചെറിയ പ്രശ്നമുണ്ട് അല്ലേ? ലോകത്ത് ഒരു മലയാളിക്ക് ഏട്ട എന്ന് വിളിക്കാൻ ധൈര്യത്തോടെ പറ്റുന്ന ഒരു കേന്ദ്രമന്ത്രിയെ പ്രിയപ്പെട്ട സുരേഷ് ഗോപി സാറിന്റെ രീതിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് വെറ്റ്ലാസ്റ്റേ കൾച്ചറിന്റെ ഇതിന്റെ ഒരു പാക്കേജ്, ഈ ഒരു എന്താ പറയുക ഹോളിഡേ പാക്കേജിന്റെ ഉദ്ഘാടനം, അതിന്റെ ഒരു ലോഞ്ച്, ആ പാക്കേജിന്റെ ലോഞ്ചാണ് സുരേഷ് ചേട്ടൻ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയില്ലായിരിക്കും, എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ സർപ്രൈസ് തന്നെ നോക്കാം. നമ്മൾ അതിലേക്കാണ് പോകുന്നത്. എന്നിട്ട് നമുക്ക് സുരേഷ് സാറിന്റെ വാക്കുകളിലേക്ക് പോകാം. ചുരുങ്ങിയ റിമോട്ട് ഫോർ ദാറ്റ് ലോഞ്ചിന് വേണ്ടിയിട്ടുള്ള റെഡിയാണോ? around 9,990 plus GST ഒരു ടൂർ പാക്കേജുമായിട്ടാണ് ഓക്കെ കൾച്ചർ വന്നിരിക്കുന്നത്. ലോഞ്ച് ചെയ്തിരിക്കുകയാണ് സുരേഷൻ. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ടൂറിസം മന്ത്രി കൂടിയാണ്. ടൂറിസത്തുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കേരളത്തിലെ പല പല കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മളെക്കാളൊക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാളാണ്. ഈ പാക്കേജ് ഞാൻ മനസ്സിലാക്കി വെച്ചത് നമസ്കാരം. സ്വാമി സെൻസേഷൻ എല്ലാവർക്കും നമസ്കാരം. ചേട്ടൻ, ഈ കമ്പനിയുടെ ഡയറക്ടേഴ്സ്, അവരുടെ ഭാഗം, ഉമ്മ, അമ്മ, എല്ലാവർക്കും പ്രിയ സുഹൃത്തുക്കൾക്ക് എൻ്റെ നമസ്കാരം. വെക്കാസ്റ്റേ പുതിയ കോൺസെപ്റ്റാണ്. പക്ഷേ ഇതിനോട് തുല്യമായ കോൺസെപ്റ്റ് നമുക്ക് ഇതിന് മുമ്പ് പല ഹോളിഡേയ്സ് അല്ലേ, ഏതാണ് മഹീന്ദ്ര ഹോളിഡേയ്സ്, ഏതാണ്ട് ഇതിനോട് സാമ്യമുള്ള ഒരു പദ്ധതിയാണെങ്കിലും അതൊക്കെ 20 വർഷം 25 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന സോളിഡ് പാക്കേജസ് ആണ്. തുടക്കം തന്നെ 2 lakhs, 5 lakhs, ഓരോ റേഞ്ചിനും ഓരോ പാക്കേജിനും ഓരോ ഘനമുണ്ട്. അതനുസരിച്ച് ഇത് 22 വർഷം 24 വർഷം മുമ്പുള്ള ഒരു അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നേരിട്ടതിൻ്റെ പണം നൽകി ഭാഗമാകാൻ കഴിഞ്ഞ ഒരു സിനിമാ താരം എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ അനുഭവം പങ്കുവെച്ചതാണ്. പക്ഷെ ഇന്ന് ടൂറിസത്തിൻ്റെ ഒരു സ്കേപ്പിംഗ് എന്ന് പറയുന്നത് അട്ടപ്പട്ടലം മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇത് കഴിഞ്ഞ ഒരു 4 വർഷമായിട്ട് വിഭാവനം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപക്ഷെ കണ്ടു മടുത്തു പോയത്. ഇപ്പോൾ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ ടൂറിസം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുമരകം, കോവളം, വർക്കല, അതുപോലെ നോർത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ബേക്കൽ, ഇങ്ങനെ കുറേ മോഡ്യൂൾസ്. പക്ഷെ ആ മോഡ്യൂൾസ് എല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പുതിയൊരു സമ്പ്രദായം രൂപവൽക്കരിച്ച് അതിൻ്റെ ശക്തമായ ഒരു നടത്തിപ്പിൻ്റെ പ്രയാണത്തിലാണ് ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഏർപ്പെട്ടത്. ഗോവയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബീച്ച് ടൂറിസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ഉത്തംഗ ശൃംഗത്തിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഗോവ. ഗോവയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നത് ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന പദ്ധതിയുടെ കീഴിൽ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ബീച്ചസ് അവരുടെ ഒരു ട്രജക്ടറിയിലുണ്ടാവും, പക്ഷെ അവരുടെ പ്രൊജക്ഷൻസിലുണ്ടാവില്ല. എന്താണ് ഗോവയിൽ ബീച്ചസ് അല്ലാത്ത പുതിയ അനുഭവം നിങ്ങൾക്ക്
ഇതൊരു പക്ഷേ വർഷങ്ങളായിട്ട് നമുക്ക് ഇൻബൗണ്ട് ടൂറിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഈ മാപ്പിൽ ഏറ്റവും ഉയരങ്ങളിൽ നിന്നതാണ്. കോവിഡിന് ഒരു പക്ഷേ കീഴ്പ്പെട്ട് നമുക്കൊരു വീഴ്ച ഉണ്ടായെങ്കിൽ അതിൽ നിന്ന് വളരെ വ്യഗ്രതയോടെ വളരെ വേഗത്തിൽ പാഞ്ഞ് മുന്നിലേക്ക് വരുന്നതാണ്. നമുക്ക് പുതിയ കോമ്പറ്റീറ്റേഴ്സും ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ടുണ്ട്. ടർക്കി പോലെയുള്ള, തായ്ലൻഡ്, അവരുടെ ബാങ്കോക്ക് ടൂറിസം സ്കെയിൽ അപ്പ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പുതിയ പ്രോപ്പർട്ടീസ്, സ്വഭാവ സവിശേഷതകൾ ഓരോ തെരഞ്ഞെടുക്കപ്പെട്ട് അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്ന ഡെസ്റ്റിനേഷൻസിൽ പോലും പുതിയ സ്വഭാവ സവിശേഷതകൾ ചേർത്ത് ഹോം സ്റ്റേസ് എന്ന് പറയുന്ന പുതിയ സമ്പ്രദായം വന്നിരിക്കുന്നു. ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം, അത് ബഹുമാന്യനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. അതും ശക്തമായിട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. നിങ്ങൾക്ക് തന്നെ വോട്ട് ചെയ്യാം. ഞാനിവിടെ ഉള്ള സുഹൃത്തുക്കളോടെല്ലാം പറയുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡെസ്റ്റിനേഷന് വേണ്ടി കേരളത്തിലാണ് അതിനുവേണ്ടി വോട്ട് ചെയ്യും. അപ്പൊ ഇത് പരക്കെ ഇങ്ങനെ എന്തുകൊണ്ട് ഒരാൾ അല്ലെങ്കിൽ അതുപോലെ ഒരാൾ സൂചിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ആ ഒരു ഡെസ്റ്റിനേഷന്റെ മഹത്വം വളരെ വിപുലമായി പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു രാജ്യത്തിന്റെ ടൂറിസത്തിന്റെ ഗ്രോത്തിന് അത് വലുതായിട്ട് സഹായിക്കും. പരസ്യം 5-10 കോടി കൊടുത്ത് ഞങ്ങളെ പോലുള്ളവരെ കൊണ്ട് ചെയ്യിക്കാതെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ രാജ്യത്തിന്റെ സമ്പത്തിന്റെ പരസ്യക്കാർ നിങ്ങൾ തന്നെയായി മാറുന്ന ഒരു പുതിയ കാഴ്ച. വോട്ട് ഫോർ യുവർ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെയുള്ള ഒരുപാട് പുതിയ പദ്ധതികൾ വരുന്നുണ്ട്. മുദ്രാലോൺ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം വരെ ആക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ടൂറിസത്തിന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ അഭികാമ്യത കൂടിയ ഡെസ്റ്റിനേഷനുകളിൽ കൺജഷൻ. അപ്പോൾ ഡീകൺജഷൻ എന്ന് പറയുന്നതും വലിയ സസ്റ്റൈനബിൾ ടൂറിസം എന്ന് പറയുന്ന വലിയൊരു മോഡ്യൂളിന് ആ സസ്റ്റൈനബിലിറ്റി അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഡീകൺജഷൻ. അപ്പോൾ ഇത് സ്കാറ്റർ ചെയ്ത് പുതിയ ഡെസ്റ്റിനേഷൻസ് കണ്ടെത്തുക. അവിടെ ഒക്കെ ഇനി മാരിയറ്റിന്റെയും ഹയത്തിന്റെയും ഹോട്ടൽ വരണമെങ്കിൽ കാലങ്ങളെടുക്കും. ഇതൊന്നുമല്ലാതെ വെള്ളത്തിന്റെ ശുദ്ധജലം, അത് കുളിക്കാനും കഴുകാനും കുടിക്കാനുമായ, അതുപോലെ തന്നെ പവർ, ഇതിന്റെ എല്ലാം ഒരു ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഡെസ്റ്റിനേഷൻസ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് റൺ ഓഫ് ദ മിൽ കൈൻഡ് ഓഫ് ഡെസ്റ്റിനേഷൻസ് എന്ന് പറയുന്ന ആ സ്കേപ്പ് പൊളിച്ചുകൊണ്ട് പുതിയ എന്താ ആനന്ദം, ടൂറിസത്തിന്റെ പേരിൽ പുതിയ ആനന്ദത്തിനുള്ള തോപ്പ് നമുക്ക് നൽകാൻ സാധിക്കും. മുദ്രാലോൺ വഴി ഹോം സ്റ്റേസിനുള്ള പുതിയ ഈ രംഗത്ത് ഒരുപക്ഷെ കേറ്ററിംഗ് പാസ്സായി വരുന്ന ഒരു പറ്റം ചെറുപ്പക്കാർക്ക് ഹോം സ്റ്റേസ് എന്ന് പറയുന്ന സമ്പ്രദായത്തിലേക്ക് പങ്കാളികളാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഞാൻ സത്യത്തിൽ അതുപോലെ ഒരു സമ്പ്രദായമായിട്ടാണ് ഈ 5 ചെറുപ്പക്കാരുടെ ഈ വെക്കാസ്റ്റേ കാണുന്നത്. ഇതും ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് വന്നിരിക്കുന്നത്. 5 പേരും ഇന്ത്യക്ക് പുറത്ത് പണിയെടുക്കുന്നവരാണ്. അവിടെ നല്ലതുപോലെ ഉഴച്ച് സമ്പാദിച്ച് പണം കൊണ്ടുവന്ന സ്വന്തം രാജ്യത്ത് പുതിയൊരു സമ്പ്രദായം ടൂറിസം വളർത്തുന്നതിന് വേണ്ടി അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ആകർഷിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടർ. ഇതുപോലെയുള്ള പുതിയ ഇൻവെസ്റ്റേഴ്സ് വേണം. പുതിയ ടൂറിസം അനുഭവം നമുക്ക് സമ്മാനിക്കാൻ സാധിക്കണം. വെക്കാസ്റ്റേക്ക് ഇന്ത്യൻ ടൂറിസത്തിന് ഒരുപാട് തിളക്കമേകാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. വെക്കാസ്റ്റേ should be here to stay. ബുള്ളറ്റ് പോയിന്റ്സ് പോലെ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഡിസ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ മിക്കവാറും എല്ലാവർക്കും മനസ്സിലാക്കാൻ പാകത്തിൽ പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ കഴിഞ്ഞ നവംബർ 15 ടൂറിസത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേന്ദ്രമന്ത്രി എന്ന് പറയുന്നത് ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് കൂടിയാണ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് കൊണ്ടുവരുന്ന പ്രോജക്ട്സ് സാധ്യമാക്കി എടുക്കുന്നതിന് ഞങ്ങളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് മാത്രമാണ് കേന്ദ്രമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അതിനുള്ള കെൽപ്പുള്ളൂ. ഇത് കണ്ടെത്തി എനിക്കിത് താല്പര്യമുണ്ടെന്ന് അറിയിച്ച്
സ്റ്റേറ്റ് ഗവൺമെൻറ് പ്രൊപ്പോസ് ചെയ്യുന്ന പ്രോജക്ട്സിൽ മാത്രമേ ഞങ്ങൾക്ക് കയ്യോ തലയോ കടത്താൻ സാധിക്കും. അങ്ങനെ സൂചിപ്പിച്ച് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഡെസ്റ്റിനേഷൻ ബിയോണ്ട് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന ആ സ്റ്റേറ്റിനകത്ത് വിടുന്ന 2 പ്രോജക്റ്റുകളാണ് കേരളത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൻ്റെ DPRും അതിൻ്റെ പ്രോജക്റ്റ് റിപ്പോർട്ട് എല്ലാം വന്നു കഴിഞ്ഞു, അംഗീകരിച്ചു കഴിഞ്ഞു. അതാണ്ട് 150+ ക്രോറിന് 2 പ്രോജക്ട്സാണ് കേരളത്തിലെ വടകരയിലെ സർഗാലയവും കൊല്ലത്തെ അഷ്ടമുടിയിലെ ഇക്കോ ടൂറിസവും 2 പ്രോജക്റ്റാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഡിക്ലറേഷൻ ഈ വരുന്ന 21-ാം തീയതി വടകരയിലെ സർഗാലയ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ വെച്ച് നടക്കുന്നതായിരിക്കും. So one more ചിന്താമണി 2020 കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. സോ ഒരുപാട് നാളുകൾക്ക് ശേഷം സുരേഷേട്ടൻ്റെ ഇവിടെ ഒരു പ്രോഗ്രാമിന് വരികയാണ്. ഒരുപാട് സന്തോഷമായിട്ടും സുരേഷേട്ടൻ്റെ പിന്നെ മോളുടെ കല്യാണത്തിന് എനിക്ക് പങ്കെടുക്കാൻ പറ്റില്ല, എനിക്ക് ഷൂട്ടിലായിരുന്നു, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. പിന്നെ ഞാനും നിഖിലേയും കൂടി സംസാരിക്കുന്നത് ശരിക്കും വെക്കേസ്റ്റേ ആണോ വെക്കാസ്റ്റേ ആണോ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷേ ഇറ്റ്സ് എ നൈസ് കോൺസെപ്റ്റ്. നമ്മളെല്ലാവരും ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ബിസി ആയിട്ടുള്ള ജീവിതത്തിലുള്ള ആൾക്കാരാണ്. സോ ഒരു ഡബിൾ നൈൻ പാക്കേജ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പാക്കേജാണ്, വെരി അട്രാക്റ്റീവ്. സോ ഇത് 3 വർഷത്തിൽ 3 സ്റ്റേ ആണ്. അതുകൊണ്ട് ഇവർക്ക് ഒരുപാട് പ്രോജക്ട്സ് ഓൺഗോയിങ് ആണ്, ഓൾറെഡി തുടങ്ങിയിട്ടുള്ളതുകൊണ്ട് എല്ലാം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻസ് ആണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു എക്സ്പ്ലോറിങ് ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനൊരു അവസരം ഉണ്ടാക്കി. ഇപ്പോൾ കുറേ ഒത്തൻറ്റിക് ആയിട്ട് സുരേഷിനെ സംസാരിച്ചു, നമ്മുടെ ടൂറിസം പറ്റി, നമ്മുടെ രാജ്യത്തിന് വേണ്ട ഡെവലപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. സോ അതുപോലെ തന്നെ ഇതൊരു വലിയ ഒരു മൈൽ സ്റ്റോൺ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വെക്കാസ്റ്റയുടെ എല്ലാ ആൾക്കാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇതൊരു വലിയ വിജയമായി തീരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഇവിടെ ഇങ്ങനൊരു ഇവൻറ്റിന് എനിക്ക് വരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഭാവനക്കുറിച്ച് പെട്ടെന്ന് ചിന്താമണിയിലെ നായകൻ എന്തെങ്കിലും പറയുന്നു. ചിന്താമണിയിൽ നായകനാണെന്നേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും നമ്മൾ കാണുന്നില്ല. ചിന്താമണി കൊലക്കേസല്ലേ, ഞാൻ മരിച്ചു പോയല്ലോ. അതെ അതെ ആ അതെ. നമ്മൾ ഷൂട്ട് ലൊക്കേഷനിൽ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു കോമ്പിനേഷനും ഒന്നും ഉണ്ടായിരുന്നല്ലോ നമുക്കൊന്നും. ചിന്താമണി LK എന്ന സിക്വൽ വരുമ്പോൾ ഒരു വിഷമം അതിനകത്ത് മണ്ണടിഞ്ഞ് പോയത് കൊണ്ട് ഇനിയിപ്പം ഭാവനയ്ക്ക് വരാൻ നിൽക്കത്തില്ല എന്നുള്ളതാണ് അല്ലേ? വേണമെങ്കിൽ അന്നുണ്ടായിരുന്ന ഏതെങ്കിലും കന്യാന്തിക്കുകയാണെന്നൊക്കെ പറയട്ടെ. പക്ഷെ എന്തായാലും DNA ഒക്കെ ഒരു ചെറിയ പ്രശ്നമാണ് അല്ലേ?